കുഞ്ഞിച്ചോ മിനസാൻ നാനോമിഷിന്റെ മറ്റൊരു മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നാനോമിഷിന്റെ എപ്പിസോഡ് 46 ആയിരിക്കും. ഗൈസ്, ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ചൊന്ന് താമസിച്ചു. കുറച്ചൊന്നല്ല, ഒരു 9:30 അങ്ങോട്ട് കഴിഞ്ഞ്. ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല അത്ര സമയം എടുക്കുമെന്ന്. കാര്യം കുറച്ച് തിരക്കിലായി പോയി പകൽ ടൈമിലൊക്കെ. അത് മാത്രമല്ല, ഞാൻ വീഡിയോ ഇടുമെന്ന് പറയുകയും ചെയ്തിരുന്നു. നിങ്ങൾ പലരും വീഡിയോ നോക്കിയിരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇട്ടപ്പോൾ കിട്ടിയ സപ്പോർട്ട് ഉണ്ടല്ലോ, അതൊട്ടും തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. സോ ഈ വീഡിയോയ്ക്കും ആ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്തവരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത കൂടെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് നേരിടുന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ തേർഡ് എൽഡർ ചോദിക്കുന്നുണ്ട്, അല്ല അപ്പോൾ ഞങ്ങളിവിടേക്ക് അയച്ച ആ ഒരു മെസ്സഞ്ചർ ഹോക്കിൻ്റെ കാര്യം താങ്കൾ മറന്നുപോയോ? അല്ല, പക്ഷെ ഞാനത് താങ്കൾ പറഞ്ഞിരുന്നു എൽഡർ മുൻ. പക്ഷേ താങ്കൾ പറഞ്ഞത് താങ്കൾ അതിനെപ്പറ്റി ആലോചിക്കാമെന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളോടായുള്ള മുഖ്യം ചെയ്യണെ ഇവിടേക്ക് കൊണ്ടുവന്നത്. താങ്കളുടെ ഗ്രാൻഡ് ഡോട്ടറിനെ ഒന്ന് കണ്ട് അവരൊന്ന് സംസാരിക്കട്ടെ. അല്ല, ഇതൊട്ടും തന്നെ നല്ലതല്ലല്ലോ. അവരുടെ റിക്വസ്റ്റ് ഞാൻ ഡയറക്റ്റ്ലി എങ്ങനെ നോ പറയുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയായി തീരുമെന്ന്. എൽഡർ മുൻ, മൈനർ പ്രീസ്റ്റ്, എന്തു പറ്റി? അല്ല, ഇവിടുത്തെ സംസാരിപ്പോൾ കല്യാണമല്ലേ. അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് അത് ഒരാൾ നടത്തുന്ന കാര്യമല്ലല്ലോ, മറ്റേ ആളുടെ കാര്യം കൂടെ നമ്മൾ കേൾക്കണ്ടേ? താങ്കൾ പറഞ്ഞത് സത്യം തന്നെയാണ്. ഞാൻ അവളുടെ കാര്യം കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. അവളുടെ വിഷയം ഞാൻ റെസ്പെക്ട് ചെയ്യണ്ടേ? എൽഡർമൻ, താങ്കൾ എന്തായാലും ഇവിടെ പെട്ടിരിക്കുവാണ്. താങ്കൾക്ക് ഇനി ഒരിക്കലും ഞങ്ങളുടെ റിക്വസ്റ്റ് താങ്കൾക്ക് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. പെട്രേസിൻ്റെ മകനോട് താങ്കളുടെ ഗ്രാൻഡ് ഡോട്ടർ എങ്ങനെ പോലും കല്യാണം കഴിച്ചിരിക്കും. പെട്ടെന്നാണ് അവൾ നേരെ മുന്നിലേക്ക് നടന്നു വന്നത്. മറ്റാരുമില്ല, നമ്മുടെ ഗിയു. ഇതേ സമയം തന്നെ മുഖേൻ ചോദിക്കുകയും ചെയ്യും, അല്ല ഗിയു, ഇവനെന്താണ് ഈ ചെയ്യുന്നത്? എന്നാൽ മുമ്പിലേക്ക് വന്നതിന് ശേഷം അവളുടെ മാസിൽ കയറി പിടിച്ചു. അതിനുശേഷം അവളത് വലിച്ചു തുറക്കുകയും ചെയ്യും. ഇത് കാണുന്നിടത്ത് തേർഡ് എൽഡറും ഫോർത്ത് എൽഡറും ഈവൻ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയി പോയത് നമ്മുടെ മുഖിയും ചിയോണായിരുന്നു. പിന്നെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഗിയുവിൻ്റെ യഥാർത്ഥ ഫേസും. ഇതേ സമയത്ത് ബേഗ് ജിയും ഹ്യൂബോങ്ങും ഞെട്ടിദ്ധരിച്ചു. അല്ല, അതൊരു സ്കിൻ മാസ്ക് ആയിരുന്നോ? ഗ്രീറ്റിംഗ്സ് യങ് ലോർഡ് ചിയോൺ, ഞാനാണ് എൽഡർ മുൻ്റെ ഗ്രാൻഡ് ഡോട്ടറായുള്ള ഗിയു മുൻ. അതിനർത്ഥം ഗിയു എന്ന് പറഞ്ഞത് ഒരു പെണ്ണാണോ? ഇതേ സമയത്ത് ഒന്നും തന്നെ പറയാൻ പറ്റാത്ത ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ഹ്യൂബോങ് ആയിരുന്നു. അവൻ ചെയ്ത കാര്യങ്ങളോർത്ത് അവനുള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. നാശം, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതൊട്ടും നല്ലതല്ലല്ലോ. അല്ലല്ല, താങ്കളുടെ ഗ്രാൻഡ് ഡോട്ടർ ഇത്രയധികം സുന്ദരിയാണ്. അത് മാത്രമല്ല, ഇതേപോലത്തെ ഒരു സ്കിൻ മാസ്ക് ഇട്ടിട്ട് നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ എങ്ങനെയാണെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്യത്തുള്ളത്. ഞങ്ങളോട് താങ്കൾ ശരിക്കും ഭാഗ്യം ചെയ്തവനാണ് കേട്ടോ. കാര്യം താങ്കളുടെ ഭാര്യ എന്ത് സുന്ദരിയാണെന്ന് നോക്കണേ. അല്ലെങ്കിൽ ഒരു പ്രശ്നം അല്ലേ? നമ്മുടെ യങ്ലോഡിനെ ഞാൻ അക്കാഡമി വെച്ച് പണ്ട് കണ്ടതാണ് കേട്ടോ. പിന്നെ ഇപ്പം കണ്ടപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നത്. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമായല്ലോ. പിന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ ഓഫർ എന്നത് റിജക്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം എന്നോടൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാനെങ്ങനെ മൈനർ പ്രീസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞ് ഡിമോണിക് ഡ്രാഗൺ പ്ലാൻ സെറ്റ് അത് നശിപ്പിക്കുമെന്നായിരുന്നു. എന്തായാലും നല്ല കാര്യം, അദ്ദേഹം എന്തായാലും ഒരു മൈനർ പ്രീസ്റ്റ് ആയില്ലല്ലോ. എന്ത്? പെട്ടെന്നായിരുന്നു എൽഡർ മുന്നിൻ്റെ കൺട്രോൾ വിട്ടുപോയത്. അവന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. എന്താണ് പറഞ്ഞത്? ഡിമോണിക് ഡ്രാഗൺ പ്ലാം സെറ്റ് നിനക്ക് എലിമിനേറ്റ് ചെയ്യണമെന്നോ? എൽഡർമൻ, താങ്കൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അത് ഞങ്ങൾ പണ്ട് പറഞ്ഞ എന്തോ കാര്യമില്ലേ? അത് പ്രായത്തിൻ്റെ പക്വതയില്ലാഞ്ഞപ്പോൾ പറഞ്ഞാണ്. അതിനെന്തെങ്കിലും പ്രത്യേക കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. എൽഡർമുൻ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. താങ്കൾ ഞങ്ങൾക്കെതിരെ നിൽക്കാനാണ് പോകുന്നത്. ഈ ഒരു കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ എന്നല്ല ആരുടെ എതിരെ നിൽക്കാനും എനിക്കൊരു മടിയുമില്ല. അതേസമയം അവിടെ പെട്ടെന്ന് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എപ്പോൾ വേണമെങ്കിലും ഒരു ഫൈറ്റ് നടക്കാൻ സാധ്യതയുള്ള ഒരു അറ്റ്മോസ്ഫിയർ. രണ്ടുപേരും നിർത്തുന്നുണ്ടോ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എൽഡർമുൻ, താങ്കളുടെ ദേഷ്യം എനിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാകും. അത് എൻ്റെ സിനിമയെ പറ്റി പറഞ്ഞാലും എനിക്ക് അങ്ങനെ വരത്തുള്ളൂ. പക്ഷേ താങ്കൾ നാലിച്ചോക്കണം, അതൊക്കെ പാസ്റ്റ് നടന്ന കാര്യമാണ്. അതും പ്രായത്തിന്റെ പക്വത പോലും ഇല്ലാഞ്ഞ സമയത്ത്. അതുമല്ല, താങ്കൾ നാലിച്ചോക്ക്, താങ്കളുടെ ഡിമോണിക് ഡ്രാഗൺ പ്ലാം സെറ്റ് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന ആരൊക്കെയാണ് നമ്മുടെ കളത്തിൽ തന്നെ ഉള്ളത്? അത് വളരെ ചുരുക്കം കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ കേട്ടിരുന്നു താങ്കൾ ഈ കൺട്രിയിൽ തന്നെ ഏറ്റവും സ്കില്ലുള്ള ഫിസിഷ്യൻ തീർന്ന് നടക്കുവാണെന്ന്. ഞാനിത് യൂസ് ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ എങ്കിലും ഒരു സേഫ്റ്റിക്ക് ഇതെടുത്ത് വെച്ചിരുന്നതായിരുന്നു. താങ്കളുടെ ഗ്രാൻഡ് ഡോട്ടറിനെ യങ്ങളോട് മുഖ്യം ചെയ്യാനായിട്ട് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗിഫ്റ്റായിട്ട് ഇതായിരിക്കും താങ്കൾക്ക് തരാനായിട്ട് പോകുന്നത്. അതെ, ഇതൊരു ജേഡ് മെഡലിയനാണ്. താങ്കൾക്ക് ഡിവൈൻ ഫിസിഷ്യനോട് കാണാൻ പറ്റിയ ഒരു ജേഡ് മെഡലിയൻ. താങ്കൾക്കറിയാലോ, ഞാൻ കള്ളം പറയാറില്ല. അതുകൊണ്ട് ഇത് സത്യം തന്നെയാണ്. അല്ല, ഇത്രയും വിലപിടിപ്പുള്ള കാര്യം എന്തിനാണ് ഒരു ഗിഫ്റ്റായിട്ട് താങ്കൾ തരുന്നത്? അയ്യോ, അത് ഞങ്ങൾ നേരത്തെ മെൻഷൻ ചെയ്തില്ലായിരുന്നല്ലേ? അത് മറ്റൊന്നും കൊണ്ടില്ല. ഞങ്ങൾ 4 സെറ്റ്സും കൂടെ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരുന്നു. ഞങ്ങളോടുള്ള മുഖ്യം ചിയോണിനെ ഞങ്ങളുടെ മ്യൂച്വലായുള്ള സക്സസർ ആക്കാൻ വേണ്ടി. മ്യൂച്വലുള്ള സക്സസറോ?
അതിനർത്ഥം മുഖ്യം ചെയ്യേണ്ട പിന്നിൽ ആ 4 സെറ്റ്സ് ഉണ്ടെന്നല്ലേ? അപ്പോൾ അദ്ദേഹം മൈനർ പ്രീസ്റ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണല്ലോ. പക്ഷേ ഗിയു ഓൾറെഡി അവളുടെ ഈ ലോയാലിറ്റി ഒരാൾക്ക് വാച്ച് ചെയ്ത് കൊടുത്തു. എങ്കിലും ആ ഒരു ജേഡ് മെഡലിൻ അതെനിക്ക് വേണം. അത് കിട്ടിയെന്നുണ്ടെങ്കിൽ യുവിൻ്റെ ആ ഒരു ഡിസബിലിറ്റി എനിക്ക് എങ്ങനെ പോലും ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ഗിയു പ്ലീസ് പ്ലീസ്. അതെ ഇയോൺ, എനിക്കറിയാടാ, നീ ഇവിടേക്ക് ഫ്രീ ആയിട്ട് എള്ളറി മുന്നിൻ്റെ ആ ഒരു ലോയൽറ്റി വാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നതെന്ന്. പക്ഷേ അത് നടക്കത്തില്ല, അത് ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് തേടിലോട് മനസ്സിൽ പറയുന്നുണ്ട്. ഈ ഒരു യുദ്ധത്തിൽ ഞങ്ങൾ തന്നെയാണ് ഇവിടെ വിജയിച്ചത്. അല്ല എള്ളർമൻ, അപ്പം എങ്ങനെയാണ്? താങ്കൾ തന്നെ അവർക്ക് ആശീർവാദം കൊടുക്കുമല്ലോ ഇപ്പോൾ തന്നെ. പെട്ടെന്നായിരുന്നു അവൾ നമ്മുടെ ഇവൻ്റെ കയ്യിൽ കയറി പിടിച്ചത്. പക്ഷേ ഞാൻ ഓൾറെഡി മൈനർ പ്രീസിൻ്റെ പെണ്ണാണ്. ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും ഒന്ന് ഞെട്ടി, ഇവൻ എൽഡർ മുൻവരെ. പക്ഷേ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് അത് മറ്റാരല്ലെന്ന് നമ്മുടെ ഇയോണായിരുന്നു. മൈലോഡ്, ഇതെപ്പോഴാണ് സംഭവിച്ചത്? അല്ല, ഇത് കുറച്ച് പെട്ടെന്നായിപ്പോയില്ലേ? മൈലോഡ്, എന്നോട് ക്ഷമിക്കുക പ്ലീസ്. ഇതിന്ന് പുറത്ത് വരാൻ എനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. താങ്കളൊന്ന് സഹകരിക്കണം. അപ്പോൾ അവൾ ഹെൽപ്പിന് വേണ്ടിയാണല്ലേ പറഞ്ഞത്. പെട്ടെന്നാണ് അവനത് തിരിഞ്ഞു നോക്കിയത്. അവൻ നോക്കാൻ നേരത്ത് നമ്മുടെ മുഖിയച്ചന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പതുക്കെ അവൻ എൻ്റെ കൈകൾ ഉയർത്തി, എന്നിട്ട് അവൾ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയും ചെയ്യും. ഇതും കൂടെ കണ്ടപ്പം മുഖ്യത്തിൻ്റെ കൺട്രോൾ അങ്ങോട്ട് പോയി. നോറി, വീണ്ടും എനിക്ക് അവകാശപ്പെട്ട മറ്റൊന്ന് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുവാണ്. പെട്ടെന്നാണ് ഇയോൺ അവനെ നോക്കി നിന്ന് ചിരിച്ചത്. അവൻ എന്നെ നോക്കി ചിരിക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖിയമാടെ നന്നായിട്ട് ദേഷ്യപ്പെട്ട അടുത്ത സെക്കൻഡിലാണ് പെട്ടെന്ന് അവൾ നമ്മുടെ ഇയോൻ്റെ സൈഡിൽ കൂടെ മുന്നിലേക്ക് ഓടിയത്. അടുത്ത സെക്കൻഡ് തന്നെ മുഖ്യത്തിൻ്റെ കഴുത്തിൻ്റെ മുമ്പിലായിട്ട് അവളുടെ സോഡ് വന്നിരുന്നു. നീ എന്താണ് ഈ കളിക്കുന്നത്? നീ വെറൊരു ഗാർഡാന്നുള്ള കാര്യം മറക്കണ്ട. നിനക്ക് എത്ര ധൈര്യം കൊണ്ടിട്ടാണ് മൈനർ പീസിന്റെ നേരെയാണ് അവൻ ആ ഹോസ്റ്റൽ കാണിച്ചത്. ഞാനിവിടെ ചുമ്മാതിരിക്കണം എന്നാണോ എള്ളർ പറയുന്നത്? ഞാൻ അവനോട് പറഞ്ഞു റെക്ലെസ് ആയിട്ടൊന്നും കാണിക്കില്ലെന്ന്. മുഖ്യം ചെയ്യാൻ മാത്രമാണ് ബാക്കിയുള്ള ഡിസൈനിൽ നിന്ന് കയ്യും കാലും ഉള്ള ഒരേ ഒരാൾ. അതുകൊണ്ട് ഇത് ഞാൻ എങ്ങനെ പോലും തടയണം. നാറി, നിനക്ക് എത്ര ധൈര്യം കൊണ്ടിട്ടാണ് നീ ഒരു ഗാർഡാന്നുള്ള കാര്യം മറക്കണം പറഞ്ഞിട്ട് മുഖ്യൻ പെട്ടെന്ന് ഫുൾ ഫോഴ്സ് യൂസ് ചെയ്ത് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. ഇതെന്താണ്? ഞാൻ എൻ്റെ ഫുൾ പവർ യൂസ് ചെയ്തിരുന്നു. ഇവളൊരു വേറെ ബോഡി ഗാർഡ് മാത്രമല്ലേ? പക്ഷെ ആ സോഡ് ഒരു ഇഞ്ച് പോലും അനങ്ങിയില്ലല്ലോ. ഇവൾ ശരിക്കും ആരാണ്? ഇയോൺ ചിയോൺ മൈനർ പ്രീസ് ആയതിനു ശേഷം നമ്മുടെ ബെർസറക് സേവർ വാരിയറിലെ ഒരു മാർഷൽ ആർട്ടിസ്റ്റുള്ള ജിൻവോ മൂനെ അദ്ദേഹം വളരെ നിസ്സാരമായി തന്നെ ഡിഫീറ്റ് ചെയ്തിരുന്നു. ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലായി, അവൻ അത്രത്തോളം വലിയ ഒരു ത്രെറ്റാണെന്ന്. അത് മനസ്സിലാക്കിയ പെട്രേച്ച് അവർക്ക് ഒരു ഹോപ്പ് കൊടുക്കേണ്ടായി. ആ ഹോപ്പ് മറ്റൊന്നുമല്ല, ആപ്പാട് നിലനിൽക്കുന്ന ഒരേ കാൻഡിഡേറ്റ്, ബാക്കിയുള്ള ഒരേ കാൻഡിഡേറ്റ് മുഖിയം ചിയോൺ. കാര്യം മുഖിയം ചിയോണിന് മാത്രമായിരുന്നു ആ സമയത്ത് കൈകളും കാലുകളും ഉണ്ടായിരുന്ന ഒരേ റിമൈനിങ് ഉള്ള കാൻഡിഡേറ്റ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 4 സെറ്റ്സും കൂടെ കൂട്ടിച്ചേർന്നുകൊണ്ടാണ് മുഖിയം ചിയോനെ അവരുടെ മ്യൂച്വൽ സക്സസറാക്കി തിരഞ്ഞെടുത്തത്. ഇതേ സമയം അവളുടെ സോഡ് അവന്റെ കഴുത്തിലാക്കി വീണ്ടും അടുത്തു. നീ ഒരു ഗാർഡാന്നുള്ള കാര്യം മറക്കണ്ട കേട്ടോ. നാശം പിടിക്കാനായിട്ട് ഇത് ഞാൻ എങ്ങനെ പോയാലും തടയണം. ആ ജിൻവോ മുന്നെ അവൻ കൊന്നത് തന്നെ അവൻ്റെ നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെയാണ് മുഖ്യത്തിന് അവൻ ഉറപ്പായിട്ട് ഉപദ്രവിക്കും. പെട്ടെന്നാണ് അവൻ മുട്ടുകുത്തി നിലത്തേക്ക് ഇരുന്നത്. മൈനർ പ്ലീസ് ഞങ്ങളോട് ചെയ്യാനോട് താങ്കൾ ഒന്ന് പോർക്കണം. അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ്, താങ്കൾ ഒന്ന് പൊറുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഏറ്റവും നല്ല കരുണ അദ്ദേഹത്തിൻ്റെ കാണിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കരുണയോ? ഞാനെന്തിനാണ് അവൻ്റെ നേരെ കരുണ കാണിക്കേണ്ടത്? കൊന്നു കളഞ്ഞേക്ക്. ഇത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും ഒന്ന് ഞെട്ടി. താങ്കളുടെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ നമ്മുടെ തേർഡ് എൽഡർ അവിടേക്ക് ചാടി വന്നു വേണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ഇതേ സമയത്ത് തന്നെ അവൾ ചെയ്ത അറ്റാക്ക് അവൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ മുഖിയന് നേരെ ബാക്കിലേക്ക് ചാടി. പക്ഷേ അവൾ അവിടെ കൊണ്ട് നിർത്തില്ല, വീണ്ടും മുഖ്യത്തിൻ്റെ നേരെ പാഞ്ഞെടുത്തു. ഈ സമയത്ത് തന്നെ വീണ്ടും നമ്മുടെ തേർഡ് എൽഡറായിട്ട് അവൾക്ക് വട്ടം വന്ന് നിൽക്കുകയും ചെയ്യും. പക്ഷേ അവൾ ഇത് കാണുന്നിടത്ത് ഒന്ന് ചിരിക്കുന്നുമുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവനോടുള്ള ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതൊട്ടും തന്നെ നിസ്സാരമല്ലായിരുന്നു. നമ്മുടെ തേർഡ് എൽഡർ എന്തൊക്കെ അറ്റാച്ച് ചെയ്താലും അതിനോടൊപ്പം തന്നെ ആ ഒരു ഗാർഡ് അല്ലെങ്കിൽ ആ ഒരു നോർമലുള്ള ബോഡി ഗാർഡ് പിടിച്ച് നിൽക്കുമായിരുന്നു. കാര്യം അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു അതൊരു എൽഡർ ആയിരുന്നെന്ന്. നാശം, ഇതൊരു ബോഡി ഗാർഡ് തന്നെയാണോ? ഇവളെങ്ങനെയാണ് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളത്? ഇവൾ ശരിക്കും ആരാണ്? എൽഡർ ബൂ, ഇത് നിർത്തുന്നതായിരിക്കും നല്ലത്. ആ ടൈമിലാണ് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ നേരത്ത് മുഖ്യത്തിൻ്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഇയോൺ ചിയോനാണ് കാണാൻ സാധിച്ചത്. താങ്കൾ എൻ്റെ ഓർഡേഴ്സ് അത്ര നന്നായിട്ട് എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്തേക്കാൻ നമ്മളോട്. പെട്ടെന്നായിരുന്നു മുഖ്യത്തിൻ്റെ കഴുത്തിൻ്റെ പുറത്തേക്ക് അവനൊരു അറ്റാക്ക് ചെയ്തത്. മൈനർ പ്രീസ്റ്റ്, മതി, ഞങ്ങൾ ഇതിനകത്ത് പിന്മാറുവാണ്, ഞങ്ങൾ കല്യാണത്തിൽ നിന്ന് പിന്മാറുവാണെന്ന് പറയുന്ന സെക്കൻഡ്
ആ ഒരു സോഡ് അവളുടെ പുറകിൽ വന്ന് നിന്നു. ഇതേ സമയം തന്നെ മുഖ്യം ഞെട്ടിത്തരിച്ചു പോയിരുന്നു. എനിക്ക് ജീവൻ. മൈൻഡ് പ്ലീസ്, ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ അന്ന് പിന്മാറുകയാണ്. പ്ലീസ് ആ സേബർ ഒന്ന് താഴ്ത്തി വെക്കേണ്ടതാണ്. അത് മാത്രം പോരല്ലോ, ആ ഒരു ജേഡ് മെഡലിയൻ അതും എനിക്ക് വേണം. നാശം, ഇത് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങളുടെ മുഖ്യം ചെയ്യേണ്ട ജീവനാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് താങ്കളുടെ കരുണയ്ക്ക് നന്ദി, ഞാനിത് താങ്കൾക്ക് തരികയാണ്. നമ്മളൊരു പൊളിറ്റിക്കൽ മൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനെപ്പറ്റിയെല്ലാം അന്വേഷിച്ചിരിക്കണം. നല്ലതാണ്. അവരെന്ത് മേടിക്കും, അവരെന്ത് സ്വീകരിക്കുമെന്ന്. ഇത് അവൻ കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി. കാര്യം കുറച്ച് മുമ്പ് നമ്മുടെ തേർഡ് എൽഡർ ഫോർത്ത് എൽഡറും കൂടെ പറഞ്ഞ ഡയലോഗാണ് അവനിപ്പോൾ തിരിച്ചു പറഞ്ഞത്. കാര്യം അവർ നേരത്തെ വിസ്പർ ടെക്നിക്ക് യൂസ് ചെയ്ത് പറയുകയും ചെയ്യും. എൽഡർ അതെന്തായാലും ശരിക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. എടാ, നമ്മളൊരു പൊളിറ്റിക്കൽ മൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ എതിരാളിക്ക് എന്താണ് ആവശ്യം, എന്താണ് വേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ ഈ ഒരു ജേഡ് മെഡലിയൻ കിട്ടിയോണ്ട് എൻ്റെ കണക്കിവിടെ അവസാനിക്കുന്നില്ലല്ലോ. എന്ത്? അടുത്ത സെക്കൻഡ് ഇവൺ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. മുഖിയം നോക്കാൻ നേരത്ത് ചോര തിറക്കിയാണ്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ കൈ അവൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ട് നിലത്തേക്ക് വീണിരുന്നു. ഇത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ചുപോയി. അവൻ്റെ കൈയാട്ടെ നിലത്ത് വന്ന് പതിക്കുന്നുമുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ വേദന കൊണ്ട് അവൻ ഉച്ചത്തി അലറാനും തുടങ്ങി. ഫോർത്ത് എൽഡറാട്ടെ പെട്ടെന്ന് മുഖിയൊന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നുമുണ്ട്. ആ നാറി, അവനത് മനഃപൂർവ്വമാണ് ചെയ്തത്. മുഖിയ ഞങ്ങളുടെ മ്യൂച്വൽ സക്സസർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് അദ്ദേഹം ചെയ്തത്. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല മോയിൻ്റെ പ്ലീസ്. താങ്കളുടെ കരുണയ്ക്ക് ഞങ്ങൾ താങ്ക്സ് അർപ്പിക്കുകയാണ്. ഞങ്ങൾ ശരിക്കും ക്ഷമയോടെ വേണം ഇവിടെ നിൽക്കാനായിട്ട്. മുഖ്യം ശിവൻ മാത്രമാണ് ഞങ്ങളുടെ ബാക്കിയുള്ള ഒരു കാൻഡിഡേറ്റ്. അവനും കൂടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവൻ്റെ ജീവൻ ഇവൻ എങ്ങനെയെങ്കിലും ഞങ്ങൾ പുറത്തേക്ക് സേഫ്റ്റിയോടെ തന്നെ എത്തിക്കണം. അതിനു പുറമെ ഞങ്ങളെങ്ങനെ ഇനി എന്തെങ്കിലും കൂടുതൽ അവനായിട്ട് പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ പോലും വിടുന്ന ജീവനോടെ. മൈൻഡ് പ്ലീസ്, ഞങ്ങളോട് ജീവന് ഇപ്പം മേലാത്തതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം പോവുകയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക്. അതിനുശേഷം അവരുടെ നടന്ന് പോവുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ അവർ മനസ്സിൽ പറയുകയും ചെയ്യും, ജിയോൺ ഇതിവിടം കൊണ്ട് തീർന്നൊന്ന് നീ വെക്കണ്ട. എൽഡർ മൂവ്, താങ്കളുടെ ഗാർഡൻ ഇത്രയും വൃത്തികേടാക്കിയതിൽ എന്നോട് ക്ഷമിക്കണം. അതിന് പകരമായിട്ട് ഇത് വെച്ചോളൂ. അല്ല, ഇത് മൈനർ പ്ലീസ്, റിയലി താങ്ക്സ്. താങ്കളുടെ കരുണയ്ക്ക് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനെന്താ? അതൊന്നും വേണ്ട. താങ്കൾക്ക് എന്തായാലും ഡിവൈൻ ഫിസിഷ്യനെ കണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ ഇത് താങ്കൾക്കല്ലേ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. അതുകൊണ്ട് എൽഡർ മുൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്ക്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എൻ്റെ ദൈവങ്ങളെ, എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതേ ഇത്രയും പാവമായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് മുഖിയും ചിയോന്റെ കൈ മുറിച്ചത് ഇദ്ദേഹം തന്നെയായിരുന്നു. ഗിയു, നീ എന്തായാലും തിരഞ്ഞെടുത്ത ആൾ എന്തായാലും കൊള്ളാം. നിന്റെ ഹസ്ബൻഡിന് ശരിക്കും പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാൻ ഇയോൺ മുൻ, എയിൽ തെർലൽ ആൻഡ് ദ ചീഫ് ഓഫ് ദി ഡിമോണിക് ഡ്രാഗൺ പ്ലാംസെറ്റ്, ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ താങ്കൾക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ ലോയൽറ്റി താങ്കൾക്ക് വേണ്ടി തരുകയാണ്. ഇതിനു വേണ്ടിയായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് വന്നിരുന്നത്. ഞാൻ സന്തുഷ്ടനാണ്. അങ്ങനെ കുറച്ചധികം സമയം കടന്നുപോയി. ഇതേ സമയത്ത് തന്നെ നമ്മുടെ എല്ലാവരും മുൻ പറയുകയും ചെയ്യും, അപ്പോൾ മൈനർ പ്ലീസ്, താങ്കളുടെ കല്യാണം എപ്പോഴാണ്? പെട്ടെന്നായിരുന്നു അവൻ ഹിയോബോങ്ങിന്റെ മുഖത്തേക്ക് തുപ്പിയിടുന്നത്. അല്ല, ഇത് ഞങ്ങളിനി മൈലോഡ്, കൺഗ്രാജുലേഷൻസ്, താങ്കൾ കല്യാണം കഴിക്കാൻ പോകുവാണല്ലേ. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ അവൾ ഉള്ള കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവരെ പറഞ്ഞ് ബോധിപ്പിച്ചു. അതായത് അത് പെട്ടെന്ന് വന്ന ഒരു ഐഡിയ ആണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ബോധിപ്പിക്കുകയാണ് ചെയ്തത്. അല്ല, മൈനർ പ്ലീസിനെ കണ്ടിട്ട് എന്തായാലും ഗിയോട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു റിയാക്ഷൻ ഉള്ളതുപോലെയുണ്ട്. ഇതെന്തായാലും എങ്ങനെയായി തീരുമെന്ന് കണ്ടു തന്നെ അറിയാം. നീ പോയി എന്തായാലും യുവിന് വിളിച്ചിട്ട് വിളിക്കുക. യെസ് സാർ. എന്തായാലും ഇത്രയും വലിയ സഹായം താങ്കൾ എനിക്ക് തന്നുകൊണ്ട് ഇനി ഞാനൊന്നും മറച്ചു വെക്കാൻ പാടില്ലല്ലോ. എനിക്കൊരു മകനുണ്ടായിരുന്നു. അവൻ്റെ പേര് സുഗിയം മ്യൂണെന്നായിരുന്നു. അവൻ പക്ഷേ ഒരു ദുരൂഹ സാഹചര്യത്തിൽ നമ്മുടെ ഈവിൾ ഫാക്ഷൻ അവനെ കൊല്ലുകയുണ്ടായി. എന്നാൽ ഈ ന്യൂസ് എൻ്റെ മരുമോൾ അറിഞ്ഞത് ഏറ്റവും മോശമായ സമയത്തായിരുന്നു. അവളുടെ പ്രസവ സമയത്ത്. ഭാഗ്യം കൊണ്ട് ഗിയുവിനെ പ്രസവിച്ച സമയത്ത് അവൾക്കൊന്നും തന്നെ സംഭവിച്ചില്ല. പക്ഷേ അവളുടെ യങ്ങം ബ്രദറായുള്ള യുവിൻ്റെ കാര്യത്തിൽ അതങ്ങനെയല്ലായിരുന്നു. അവൻ ജനിച്ചപ്പോൾ തന്നെ അവൻ്റെ ഇൻ്റലക്ച്വലുള്ള ഡിസബിലിറ്റി കിട്ടി. അതിനുശേഷം എൻ്റെ മരുമോളും ഞങ്ങളെ വിട്ടുപോയി. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ അവനെ നോക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ രോഗത്തിനൊരു ക്യൂറ് ഇതുവരെ. എന്നാൽ ഇന്ന് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഹോപ്പ് കാണിച്ചു തന്നിരിക്കുവാണ്. ഇനി ഞങ്ങൾ അതിലായിരിക്കും മുന്നിലേക്ക് പോകാൻ പോകുന്നത്. ചീഫ്, ഞങ്ങൾ ഞങ്ങളുടനെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൂപ്പ, ഹലോ. അല്ല, കാണുന്നത് അത് ഗിയു തന്നെയല്ലേ? ഒരു വ്യത്യാസം പോലും ഇല്ലല്ലോ. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നടാ? സുഖമായിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഗിയു പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതൊക്കെ മതി. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. തൽക്കാലം നീ നമ്മുടെ മൈൻഡ് പ്രസിനെ ഒന്ന് ഗ്രീറ്റ് ചെയ്തേ. ഹലോ, താങ്കളെ കണ്ടതിൽ വളരെ സന്തോഷം.
പെട്ടെന്നാണ് നമ്മുടെ ഇയോൻ അത് ശ്രദ്ധിക്കുന്നത്. എൽഡർമുൻ, ഞാൻ താങ്കളുടെ പേരക്കുട്ടിനൊന്ന് നോക്കിക്കോട്ടെ. ആ, എന്തു പറ്റി? ആ സമയത്ത് അവൻ നേരെ അടുത്തേക്ക് ചെന്നിട്ട് ഇയോന്റെ മുഖം പിടിച്ച് പതുക്കെ ഉയർത്തുകയും ചെയ്യും. എന്താണ് കാണിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം, ഇത് ചെറുതായിട്ട് വേദനിക്കും കേട്ടോ. എന്ത്? അടുത്ത സെക്കൻഡ് തന്നെയാണ് ഇയോൺ അവനെ കറണ്ട് അടുപ്പിച്ചത്. ഇതുകൂടെ കണ്ടപ്പോൾ എൽഡർമൻ പറയും ചെയ്യും, മൈനർ പ്രിൻസ് താങ്കൾ എന്താണ് കാണിക്കുന്നത്? അവൻ വയ്യാത്ത കുട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.